അലൻ, ഈ കാര്യത്തില് നീ ഇന്റർഫിയർ ചെയ്യാൻ പറയണ്ട. ഇനിയും നീ അവന്റെ കയ്യിൽ നിന്ന് കൈയെടുത്തില്ലെങ്കിൽ ഞാൻ നിന്നടിക്കും. ഇവിടെ എന്താ നടക്കുന്നത്? നീ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യാ. എനിക്കറിയില്ല ദിയ, എനിക്ക് എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജസ്വിൻ, നിന്റെ മൈൻഡിൽ ഇപ്പൊ എന്താണെന്ന് അത് മറ്റാരെക്കാൾ നോട്ട് എനിക്കറിയാം. പക്ഷെ എല്ലാത്തിനും ഒന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പോയാ എനിക്ക് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ നിനക്ക് ദേഷ്യം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ ചെയ്യേ, പക്ഷെ എല്ലാത്തിനും ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ പോയാ അതൊട്ടും ശരിയാവില്ല. ഞങ്ങൾ തമ്മിൽ കുറെ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഇതൊരു ഹോസ്പിറ്റലാ. സോറി ആനന്ദ്, ജയ്ക്ക് അപ്പോഴത്തെ ദേഷ്യം ചെയ്തോ. നീ ഇതൊന്നും മനസ്സിൽ വെക്കണ്ട. അയനോ, പക്ഷെ ഞാൻ അവന്റെ ഇത് കൈവെക്കാത്തത് അത് ദിയനെ ഓർത്തിട്ട് മാത്ര. അന്ന, അവന്മാരെന്തേ? എവിടെ പോവാൻ ഇച്ഛായ? ഇതായിരിക്കുന്നു. ഓ, എന്റെ രണ്ട് മക്കൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു അപ്പ തന്നെ അതുവഴി അങ്ങ് പോയി കാണുന്നു. രണ്ടെണ്ണം ഇരിക്കുന്നുണ്ടല്ലേ, ഒന്നും ഓർത്തില്ലാത്ത കൊച്ചുകുട്ടികളെ പോലെ. ഇതൊക്കെ ആരോട് പറയാനാ? അല്ലെങ്കിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ട പ്രായമാണ് ഇതൊക്കെ. രണ്ടു കെട്ട് കഴിഞ്ഞു, എന്നിട്ട് കൊച്ചുകുട്ടികളെ പോലെ ഹോസ്പിറ്റലിൽ കിടന്ന് അടി ഉണ്ടാക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ തന്നെ നിന്നെ ഒന്നും പറഞ്ഞ ഒരു കാര്യമില്ല. ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ, ഹോസ്പിറ്റലിൽ കിടന്ന് അടി ഉണ്ടാക്കാം. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി പ്രശ്നം പോയിക്കൊണ്ടിരിക്കാം. ദിയയുടെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ ഇടയ്ക്ക് കയറുന്നത് ആ ആണെന്തോട്ട് അടി ഉണ്ടാക്കേണ്ട വലിയ കാര്യമുണ്ട് നിങ്ങക്ക്. ഇച്ഛാൻ എന്തിനാ ഇപ്പൊ ജസ്വയെ മാത്രം പറയുന്നത്? നമുക്ക് രണ്ടാമതൊരു മോനോടുണ്ടല്ലോ. എന്താ അവൻ ചെയ്ത് ശരിയാണോ? ഇങ്ങനെയാണോ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നത്? അതെങ്ങനെ ശരിയാവാ? ചേട്ടന്റെ ഇല്ല അനിയൻ, അപ്പൊ അതിന്റെ ബാക്കിയായിട്ടല്ലേ വരത്തുള്ളൂ. നിങ്ങൾ പറഞ്ഞ ശരിയാ, എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. പക്ഷെ ആ അവൻ എന്തിനാ ദിയയുടെ ലൈഫിൽ എന്റെ കാര്യത്തിലും ഇന്റർഫിയർ ചെയ്യാൻ വരുന്നത്? എന്തിന്റെ പേരിലാണെങ്കിലും നീ അവിടെ വെച്ച് ആനന്ദിനടിച്ചത് അതൊട്ടും ശരിയായില്ല. ഇതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെയും ദിയയുടെ ലൈഫിൽ അൺവാണ്ടഡ് ആയിട്ട് ആരും ഇന്റർഫിയർ ചെയ്യുമെന്നാലും ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യും. അതിലെനിക്കൊരു റിഗ്രറ്റ്സും ഇല്ല. എനിക്കറിയാം ഞാൻ ചെയ്ത തെറ്റ് തന്നെയാ. പക്ഷെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാം. ഇനി അങ്ങോട്ട് ദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ MD സ്ഥാനം ഞാൻ റിസൈൻ ചെയ്യാം. നീ എന്താ പറയുന്നേ? റിസൈൻ ചെയ്യാനോ? നീ എന്താ പറഞ്ഞ ബോധമുണ്ടോ? അതിന് നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ലല്ലോ. നീ അവനെ സപ്പോർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അത് അവിടെ കൊണ്ട് തീർന്നു. ഇനി അത് വെറുതെ തല ചുമണ്ട ഒരു ആവശ്യമില്ല. അങ്ങനല്ല പപ്പ, ഇത് ഇവിടെ കൊണ്ട് തീരില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഓഫീസിലിട്ടില്ല. എന്താണ് ഈ പറയുന്നേ? ശരി, നിങ്ങൾ അതിന് പ്രശ്നമായി. പക്ഷെ നിന്നെ MD ആക്കിയത് അത് ജസ്മിൻ അല്ല, ഞാനാ. ഞാൻ ആ കമ്പനിയിൽ ഇപ്പോഴും ചെയർമാനാണെങ്കിൽ നീ തന്നെ ആയിരിക്കും ആ കമ്പനി MD. അതിലൊരു സംശയമില്ല. പപ്പ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇനി അങ്ങോട്ടില്ല.
നീ എവിടെ? ഹോസ്പിറ്റലിൽ വന്നപ്പോ തൊട്ട് ദാ ഈ ഇരിപ്പ. നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നോട് ദേഷ്യമുണ്ടോ? ഞങ്ങൾക്ക് നിന്നോടൊരു ദേഷ്യമില്ല. നീ എന്തിനാ അങ്ങനെ ഡിസിഷൻ എടുത്തെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. ജസ്റ്റിന് നിന്നെ ഒരുപാട് ഇഷ്ടം. നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. മമ്മി, അതൊക്കെ എനിക്കറിയാം. ജസ്റ്റിനെ മറന്ന് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ പെട്ടെന്ന് അത് പോസിബിൾ ആവാൻ ചോദിച്ചാൽ ഇല്ല. ഇതിനൊരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ട് മാത്രമേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂ. ശരി, ആയിക്കോട്ടെ. നിന്റെ ലൈഫിൽ നീ എന്ത് ഡിസിഷൻ എടുത്താലും പപ്പയും മമ്മിയും എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. പക്ഷെ ഇതിന്റെ പേരിൽ നീ വീട്ടിൽ കയറിയിരിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല. നമ്മുടെ കമ്പനിയുടെ സിഇഒ ഇപ്പോഴും ആൻ തന്നെയാ. നിങ്ങൾ രണ്ടുപേരും പോയ ശേഷം ഞാൻ ഒറ്റയ്ക്കാ കമ്പനി നോക്കുന്നത്. സോ നിനക്കത് റീസ്റ്റാർട്ട് ചെയ്തൂടെ? അതൊന്നും ശരിയാവില്ല പപ്പ. ക്യൂൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒ അതെപ്പോഴും ആൻ തന്നെയാ. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ശരി, ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ കമ്പനിക്ക് ഒരു MD-യുടെ ആവശ്യമുണ്ട്. എന്താ, അതിനെ കുറിച്ചൊന്ന് ആലോചിച്ചൂടെ? അത് ബെറ്റർ ചോയ്സാ. നിനക്ക് കുറച്ചു നാളത്തേക്കൊന്ന് നമ്മുടെ കമ്പനിയുടെ MD ആയിക്കൂടെ? നിന്റെ ഇഷ്ടം പോലെ നിനക്ക് വേണമെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യാം. പക്ഷെ കുറച്ചു നാളത്തേക്ക് നമ്മുടെ കമ്പനി ഒന്നൂടെ? അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് ജോയിൻ ചെയ്യാം. എന്താ, പോരെ? അത് കേട്ടാ മതി. എന്റെ പൊന്ന് ജേക്ക്, എന്തൊരു ആക്ടിങ് ആയിരുന്നു. നിന്റെ നോട്ടത്തിൽ ഞാൻ തന്നെ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. എന്തായാലും ആക്ട് ചെയ്യാൻ പറഞ്ഞപ്പോ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ പൊന്നേക്ക് പതിയെ നിങ്ങൾ എക്സൈറ്റ്മെന്റ് കാണിച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടുവോ? അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷേ പപ്പയുടെ മമ്മയുടെ റിയാക്ഷൻ കണ്ടേ അവരെല്ലാം വിശ്വാസം പെട്ട. അല്ല, നെക്സ്റ്റ് പ്ലാൻ എന്താണാവോ? ഇതുവരെ വരെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെക്സ്റ്റ് നീ ആക്ട് ചെയ്യാൻ പോകുന്നത് ഞാനായിട്ടാ. ഇനി തൊട്ട് നീ ജെകെ, ഞാൻ എകെ. മനസ്സിലായോ? എന്തോന്ന് ആൾമാറാട്ടോ? എടാ ജെകെ, ഇതൊന്നും കൂടെ പ്ലാൻ ഇല്ലാന്ന് കേട്ടോ. എടാ, നീ ഇവിടെ ടെൻഷൻ അടിക്കണ്ട. ഇത് അത്രക്കുള്ളതൊന്നുമില്ല. ജസ്റ്റ് നീ ഞാൻ അറ്റാക്ക് ചെയ്യുന്നു, ഞാൻ നീ അറ്റാക്ക് ചെയ്യുന്നു. വെരി സിമ്പിൾ. എന്റെ പൊന്നു ജെകെ, അതൊന്നും ശരിയാവില്ല. കണ്ടാ നമ്മൾ പെട്ടെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ലെന്ന് കരുതി നിനക്ക് ഞാനായിട്ടും എനിക്ക് നീയായിട്ടും ആക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ എന്താ ചെയ്യണ്ടേ? വേറൊന്നും ചെയ്യണ്ട. നീ നാളെ തൊട്ട് ഓഫീസിൽ പോയാൽ മാത്രം മതി. അതും ജസ്മിൻ ആഡം ക്രിസ്റ്റി ആയിട്ട്. എന്റെ കാര്യത്തിലൊരു തീരുമാനമായി. അല്ല ജെക്കെ, അപ്പൊ നീ എന്താ ചെയ്യാൻ പോന്നെ? ഞാൻ നാളെ ക്യൂൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ജോയിൻ ചെയ്യാൻ പോവാം. അതും MD ആയിട്ടുള്ള ദിയ ഡേവിഡിന്റെ PA ആയിട്ട്. എന്താ പറഞ്ഞേ? എടാ ജസ്മിൻ, ഇത് നീ തന്നെയാണോ ദിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CEO ക്യൂൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MDക്ക് വേണ്ടിട്ട് PA ആയിട്ട് പോകാൻ പോകുന്നു? ഇതും എന്റെ ഒരു പ്ലാന്റെ പാർട്ടായിട്ടും കൂട്ടിക്കോ. ഞാൻ തന്നെ പപ്പനെ മമ്മയെ വിളിച്ച് ദിയൻ MD ആക്കുന്ന കാര്യം പറഞ്ഞത്. എടാ, അപ്പോ നമ്മുടെ വീട്ടിലും നീ എക്കെയും ഞാൻ ജെക്കെയല്ലേ? അതെയല്ലോ. ഇല്ലെങ്കിലേ എല്ലാവർക്കും ഇത് മനസ്സിലാവും. അതിന് നമ്മൾ ഒരു ചാൻസും കൊടുക്കാൻ പാടില്ല. എടാ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിന്റെ വൈഫ് അവിടെ ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്റെ വൈഫ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അവളുടെ മുമ്പിൽ ഞാൻ ജെക്കെയല്ലേ? നീ അല്ലേ പേക്കെ? അത് ശരിയാണല്ലോ. ആനോടുള്ള കാര്യം ഞാൻ മറന്നുപോയി. എടാ, നീ ടെൻഷൻ ആവണ്ട. അത് നമുക്ക് രണ്ടുപേർക്ക് മാനേജ് ചെയ്യാം. ഇനി മുതൽ നീ ജെക്കെയല്ലേ? അതുകൊണ്ട് എന്റെ റൂമിൽ കിടന്നോ, ഞാൻ ഗസ്റ്റ് റൂമിൽ കിടന്നോളാം. അതൊക്കെ ഓക്കെ. പക്ഷെ ഗസ്റ്റ് റൂമിൽ കിടക്കുന്ന കാണുമ്പോ ഡൗട്ട് തോന്നില്ലേ? അവളുടെ കാര്യം അത് നീ ടെൻഷൻ അടിക്കണ്ട. AK ആയിട്ട് പെർഫോം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു.
പിന്നെ ആന്റെ കാര്യല്ലേ, അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാം. നീ അതിൽ കിടന്നുറങ്ങാൻ നോക്ക്, നാളെ ഓഫീസിൽ പറഞ്ഞോളാം. ദൈവമേ, ആനിതരെ കിടന്നില്ലായിരുന്നു. ഇനി ഞാനെങ്ങനെ കേട്ട് ആക്ട് ചെയ്യാം? കൂളായിട്ട് സംസാരിക്കാം. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? അലൻ, നീ എന്താ ചെയ്യുന്ന വല്ല ബോധമുണ്ടോ? നീ എന്തൊരു ജസ്മോട് അങ്ങനെ സംസാരിച്ചത്? ഇവളിപ്പോ അലന്നല്ലേ വിളിച്ചേ? നീ എന്താ ആലോചിച്ചോണ്ട് നിക്ക? ആൻ, എനിക്കിതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ എനിക്ക് അപ്പം കളിച്ചാ തോന്നിയത്. അതോടെ നിക്കട്ടെ. അലൻ, തന്റെ വോയിസിന് എന്താ പറ്റി? അത് പിന്നെ വോയിസ് അല്ലേ, അതെനിക്കും തോന്നി. പിന്നെ വോയിസ് അല്ലേ, അതപ്പോ വേണമെങ്കിൽ മാറാലോ. ഞാൻ ഇനി മുതല് ഗസ്റ്റ് റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഗസ്റ്റ് റൂമിലോ? അവിടെ എന്താ? ഞാനിപ്പോ മെന്റലി ഒട്ടും ഓക്കെ അല്ല. സോ ഐ നീഡ് സം സ്പേസ്. അലൻ, ആർ യു ഓക്കെ? ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞത് അത് അപ്പഴേ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ. ഐ എം സോറി. താൻ എന്നോട് വിഷയത്തെ പേരില് ഗസ്റ്റ് റൂമിൽ നിന്ന് പോകണ്ട. ആൻ, അങ്ങനൊന്നുമല്ല. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. പിന്നെ ഗസ്റ്റ് റൂമിൽ സ്റ്റേ ചെയ്യുന്നത് എനിക്ക് എന്റേതായ കുറച്ച് സ്പേസ് വേണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് നീയായിട്ട് യാതൊരു പ്രശ്നവുമില്ല. നീ വെറുതെ ഓവത്തും ചെയ്യണ്ട. പപ്പ, ഞാനൊന്ന് ഇറങ്ങിയേക്കോ. നീ ഒന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാം ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിനക്ക് ക്യാബിൻ അറിയാലോ. നീ അവിടെ പോയിട്ട് നിന്റെ ജോലികൾ മാത്രം ചെയ്താൽ മതി. ഓക്കെ? എന്റെ പൊന്നിച്ചായ, ഇതിനെ കുറിച്ച് അവർക്ക് നല്ലതുപോലെ അറിയാം. സോ ഇച്ചാൻ വെറുതെ ടെൻഷൻ ആവണ്ട. അതൊക്കെ എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിയുടെ വൈഫല്ലേ. അപ്പൊ ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഒരു ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. നീ ചെല്ല്, വെറുതെ സമയം കളയണ്ട. അലൻ, നീ ഇത്ര നേരത്തെ എങ്ങോട്ട് പോവാ? ഞാൻ ഇനി മുതല് ക്യൂൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ പി ആയിട്ട് വർക്ക് ചെയ്യാൻ പോവാ. ക്യൂൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ PA യോ? അലൻ, താൻ എന്താ പറഞ്ഞത് ബോധമുണ്ടോ? ആൻ, എന്താ നിന്റെ പ്രശ്നം? എനിക്കിതിനെ മനസ്സിലാവുന്നില്ല. അത് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. ഇതാ നോക്ക്, നീ എന്തിനിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്തിനാണെങ്കിലും അത് എന്നോടെങ്കിലും ഒന്ന് പറ. ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് ചോദിക്കട്ടെ. നിന്റെ ഹസ്ബൻഡ് സ്വന്തം അനിയത്തിയുടെ പി ആവുന്നതില് എനി പ്രോബ്ലം? അലൻ, താനെന്ത് ഇങ്ങനെ ചോദിക്കുന്നത്? ക്യൂൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CEO അത് ഞാനാ. അതും നമ്മുടെ കമ്പനി തന്നെയാ. പിന്നെ ദിയുടെ പി ആവുന്നതില് അതിലെനിക്ക് അത്ര കുഴപ്പമൊന്നുമില്ല. ബിക്കോസ് PA ജോലി അത്ര മോശമൊന്നുമല്ല. പിന്നെ ഇത്ര പെട്ടെന്നൊരു ഡിസിഷൻ അത് വേണ്ടായിരുന്നു. പക്ഷെ അതല്ല എന്റെ ഡൗട്ട്. ഇപ്പൊ താൻ ക്യൂൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലോട്ട് പോകുന്നത് അത് ജസ്വിന്റെയും ദിയുടെയും പ്രശ്നം സോൾവ് ചെയ്യാനാണോ? ഏയ്, അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. പിന്നെ എനിക്ക് എന്റെ കരിയർ നോക്കണം, അത്രേ ഉള്ളൂ. ശരി ശരി, താൻ ചെല്ലാൻ നോക്ക്. ഇതങ്ങനല്ലല്ലോ വരണ്ടേ. സംതിങ് ഫിഷിംഗ് ഞാൻ കണ്ടുപിടിച്ചോളാം.
ഹായ് ദിയ. ഞാനടുത്ത് ജസ്വിനായിരിക്കുന്നു. പപ്പ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, പപ്പ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അലൻ, താനെന്താ പറയുന്നേ? പിയെ കേട്ടോ? ആക്ച്വലി ഞാനും ജസ്വിനും തമ്മിൽ ഇന്നലെ കുറച്ച് പ്രശ്നമായി. സോ ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു. എന്നിട്ട് ജസ്വിൻ സമ്മതിച്ചോ താനീ ജോലിക്ക് വരാൻ? അവന് പ്രശ്നമൊന്നുമില്ല. താനോട് വന്നപ്പോ എനിക്കെന്തോ ജസ്വിന്റെ പ്രസൻസ് ഇവിടെ ഫീൽ ചെയ്തു. പിന്നെ തന്റെ ബോഡി സ്മെൽ എക്സാക്ട് സെയിം കണക്ക് ജസ്വിനെ പോലെ തന്നെയുണ്ട്. ഓ, അപ്പൊ അങ്ങനെ പറയും. അപ്പൊ തനിക്ക് ജസ്വിന്റെ ബോഡി സ്മെൽ വരെ അറിയാവോ? Yeah, I know. Because I'm his wife. So, അപ്പൊ എനിക്കറിയാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്തായാലും തന്റെ PA. സോ ഞാനിവിടെ എന്ത് ജോലി ചെയ്യണ്ടേ? നിനക്കെല്ലാ കാര്യം അറിയായിരിക്കുമല്ലോ. എന്നാലും വാ. ജസ്വിൻ സർ, JK, നീ ഇത് ഏത് ലോകത്താ? എന്താടാ, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ജസ്വിൻ, നീ ഇത് ഏത് ലോകത്താ? ലൈവ് വീട്ടിൽ നിന്ന് കിട്ടില്ലേ? ലയ, ഫയൽസിന്റെ കാര്യല്ലേ? ഞാൻ സൈൻ ചെയ്തോളാം. താൻ ചെല്ല്. JK, നീ ഓക്കെ ആണോ? നിനക്കത് ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ വന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാലോ. അതുകൊണ്ട് മൈൻഡ് കുറച്ച് അപ്സെറ്റാ. എടാ, നീ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ദിയയുടെ കാര്യം നിനക്ക് അറിയാവുന്നല്ലേ. ഒരുപക്ഷെ അതിപ്പോഴും അവളുടെ മൈൻഡിൽ കാണും. അതായിരിക്കും വീട്ടിലോട്ട് വരാത്തത്. എങ്കിൽ ശരി, നീ നിന്റെ വർക്ക് ചെയ്യാം. ഓക്കെ? എന്റെ ദൈവമേ, ഈ ജസ്വിൻ ഇവൻ എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല ഇങ്ങനെ പോയാ. ഇനി ഞാനും കൂടെ വന്ന എന്നെ കൊണ്ട് ആലോചിക്കാൻ വയ്യ. ജസ്വിൻ, ജസ്വിൻ, അലൻ തന്നോട് നിന്നെ പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. എന്താന്നറിയില്ല, ഇന്ന് അലനെ കണ്ടപ്പോ എന്തോ ചുറ്റുക്കളുള്ള പോലെ. പിന്നെ ഇന്ന് ക്യൂൻ ഗ്രൂപ്പ് ഓഫ് കൗൺസിൽ പോയിട്ടുണ്ടല്ലോ, അതിലെന്തോ ദുരിതേശമുള്ള എനിക്ക് തോന്നുന്നുണ്ട്. എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ അവനതാ ഇഷ്ടമെങ്കിൽ അവൻ ചെയ്യട്ടെ. പിന്നെ അവിടെ ദിയ ഉണ്ടല്ലോ, രണ്ടുപേരും ഒന്നിച്ചുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ആനന്ദിന്റെ കാര്യം, അവന്റെ കാര്യത്തില് തന്റെ ഡിസിഷൻ എന്താ? അവന്റെ കാര്യം ജസ്റ്റിൻ നോക്കിക്കോളൂ. എന്താ? ഐ മീൻ, ഈ ജസ്റ്റിനാദ്യം ക്രിസ്റ്റിയോടൊത്തരം കാര്യം അവൻ എന്തായാലും ദിയയുടെ ലൈഫിൽ ഇന്റർഫിയർ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഇനി സമയം കിടക്കല്ലേ, അവനുള്ളത് ഞാൻ കൊടുത്തോളാം. ദിയ, ഇവൻ എന്നെ നന്നാവാൻ സമ്മതിക്കില്ല. നീ എന്താ ഇവിടെ? എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. ദിയ പ്ലീസ്, എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ. ദിയ, എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ. അത് നീ കേൾക്കണം. ബിക്കോസ് ഐ ലവ് യു. അതെ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. പക്ഷെ ആ ഇഷ്ടം നീ വിചാരിക്കുന്ന പോലെ ഇഷ്ടമല്ലെന്ന് മാത്രം. എനിക്ക് ഫസ്റ്റ് നീ ജസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ജസ്റ്റിന് നിന്നോട് ഇഷ്ടമാണെന്ന്. പക്ഷെ അത് അവസാനം നിങ്ങളുടെ മാരേജിലെത്തുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇപ്പോ നിനക്കും അവൻ ഇഷ്ടം. ബട്ട് എന്റെ ആഗ്രഹം നിങ്ങൾ ഡിവോഴ്സ് ആവണമെന്ന് മാത്രം. ആനന്ദ്, നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യാ. ജസ്വൻ, ഹീസ് മൈ ലവ് ആൻഡ് നൗ ഹീസ് മൈ ഹസ്ബൻഡ്.
അതിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നിനക്ക് ഇവിടുന്ന് പോവാം. ദിയ, ഇനി ഇപ്പൊ പോവാം. പക്ഷെ എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ. ദിയാണല്ലോ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ജസ്വൻ, താനിപ്പോ എവിടെയാ? ഞാനിപ്പോ കമ്പനിയിലുണ്ട്. എന്താ? ഐ വാണ്ട് മീറ്റ് യു. ദിയ, ഞാനിപ്പോ കുറച്ച് വർക്കില്ല. നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്യാം. അതൊന്നും പറ്റില്ല. ഞാനിപ്പോ ലൊക്കേഷൻ സെൻഡ് ചെയ്യാം. അവിടെ വരണം. ഓക്കെ? ഓ, നശിപ്പിച്ച്. ഞാനിപ്പോ എന്താ ചെയ്യാം? ഞാൻ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പോവാം. ഇനി ഈ കോളേജിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ദിയ, എന്താ എന്താ പറ്റിയേ? ഏയ്, ഒന്നുമില്ല. എനിക്കത് തന്നെ പെട്ടെന്ന് കാണാൻ തോന്നി. ആണോ? ശരിക്കും ഒന്നുമില്ലേ? പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. അതൊന്നുമില്ല. താൻ വരാൻ കഴിച്ചായിരുന്നോ? ഇന്ന് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചാലോ? ദിയ, ഞാൻ നിന്നോട് കാര്യം ചെയ്യട്ടെ? അതിന് ഫോർമാലിറ്റി ചോദിക്കേ. വേറൊന്നുമല്ല, ഈ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണോ കമ്പനി കിടന്ന് എന്നെ പെട്ടെന്ന് വിളിച്ചു വരുത്തിയേ? ഇപ്പൊ എനിക്ക് വിളിക്കണം തോന്നി വിളിച്ചു. തനിക്ക് പറ്റില്ലേ താപ്പൊക്കോ? അങ്ങനല്ല. എന്താ ദിയ മോളെ, ഈ ജസ്റ്റിനേട്ടൻ പറയുന്നത് കേൾക്കത്തില്ല? എന്തോന്ന്? അല്ല, പെട്ടെന്ന് കാണാൻ തോന്നി. എന്താ, എന്നെ വല്ലാണ്ട് മിസ് ചെയ്ത പോലെ തോന്നുന്നുണ്ടല്ലോ. ഏയ്, ഞാൻ മിസ് ചെയ്തില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ തന്നെ മിസ് ചെയ്യുന്നേ. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഓ, അല്ലെങ്കിലും തോന്നി നീ ഇങ്ങനൊക്കെ തന്നെ പറയത്തുള്ളന്ന്. ഏത് നേരത്താണോ നിന്നെ കെട്ടാൻ തോന്നിയത്? അതിന് ഞാൻ തന്നോട് പറഞ്ഞു എന്നെ കേട്ടാൻ. നോക്ക് കാട്ടുപൂച്ച, വെറുതെ എന്നെ ദേഷ്യം പിടിക്കരുത്. കാട്ടുപൂച്ചയോ? കാട്ടുപൂച്ച നിന്റെ മറ്റവൻ. അതേലോ, എന്റെ മറ്റവനെ തന്നെയാ ഞാൻ വിളിച്ചത്. എന്താ ജസ്റ്റിനകത്തും കുറിച്ച് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല. നീ ഇനി എന്താന്ന് വെച്ച് എന്നെ വിളിച്ചോ. ആ മറ്റവൻ വന്നായിരുന്നോ? ആണെന്നെ കാര്യല്ലേ? ഏയ്, വന്നില്ലല്ലോ. സത്യം പറഞ്ഞോ? അല്ലെങ്കിൽ പൊന്നുമോളെ നേരാവണ്ണം ഇവിടെ നിന്ന് പോവില്ല.